ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഏത് പ്രായത്തിലും നമ്മുടെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾക്കിപ്പം നമ്മൾ ഈ സിനിമാ താരങ്ങളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ മലയാളം ഇൻഡസ്ട്രിയുടെ കാര്യമല്ല പറഞ്ഞത്. അപ്പം ഹിന്ദി ബോളിവുഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷാറൂഖ് ഖാനെയും ഈ ഇപ്പം തന്നെ പുള്ളിയുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പഠാൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പുള്ളിയുടെ ഫിറ്റ്നസ് കണ്ടാൽ തന്നെ നമുക്കറിയാം പുള്ളിയൊക്കെ എന്തുമാത്രം ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പം പുള്ളി അത് ആക്കിയെടുത്തതിനകത്ത് സ്റ്റിറോയിഡ്സിൻ്റെ ഒക്കെ ഉപയോഗമുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏത് പ്രായത്തിലാണെങ്കിലും, നിങ്ങൾക്ക് 30 വയസ്സിലാണെങ്കിലും 35-നാണെങ്കിലും 50-നാണെങ്കിലും 55-നാണെങ്കിലും 60-നാണെങ്കിലും നമ്മുടെ ഒരു ഫിറ്റ്നസ് ലെവലിനെ, നമ്മുടെ ഒരു ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് കാര്യമാണ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്. മിക്കവാറും ആൾക്കാരൊക്കെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, വലിയ താല്പര്യത്തോടെ വരും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ കൂടിയാൽ ഒരു മാസം പോലും അവർ തുടർച്ചയായിട്ട് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ചെയ്യാറില്ല. ആ ഒരു ഗോളിൽ നിന്ന് അവർ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പാടില്ല. നമ്മൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മസ്റ്റായിട്ടും നമ്മുടെ വർക്കൗട്ട് നമ്മൾ ശീലമാക്കണം. അതിന് എന്തും ആയിക്കോട്ടെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾ ആ ഒരു വർക്കൗട്ട് ഒഴിവാക്കാതിരിക്കുക. ആഴ്ചയിൽ 5 ദിവസം. നിങ്ങൾക്കിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ നടക്കാൻ പോകുക, ഓടാൻ പോകുക, നിങ്ങൾ എന്ത് ചെയ്താലും ശരി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു വർക്കൗട്ട് നിങ്ങൾ മുടക്കാതിരിക്കുക. ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ കുറഞ്ഞത് വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഫിറ്റ്നസ് നിലനിർത്താനായിട്ട്, നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന നമ്പർ 1 കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും ചീറ്റ് മീലിൻ്റെ പിറകെ പോകാതിരിക്കുക. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നിങ്ങൾ ആ ഒരു ചീറ്റ് മീൽ എന്ന് വെച്ചാൽ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ ചീറ്റ് മീലിൻ്റെ പുറകെ പോവുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ 6 ദിവസവും നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മസ്റ്റായിട്ടുള്ള കാര്യം. നിങ്ങൾ അതിനൊരു പ്ലാൻ തയ്യാറാക്കുക. ആ ഒരു പ്ലാൻ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവുക. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ മുടക്കം വരുത്താൻ പാടില്ല. അത് നമ്മുടെ ഒരു ഗോളായിരിക്കണം, ഒരു ലെവലായിരിക്കണം. ഫ്രണ്ട്സ്, അപ്പം രണ്ടാമത്തെ കാര്യം ഓർക്കുക, ഡയറ്റ്. നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റ്. ഞാൻ സപ്ലിമെൻറ്റ്സുകൾ യൂസ് ചെയ്യണമെന്നോ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ബോഡി നശിക്കാനേ സാധ്യതയുള്ളൂ. സപ്ലിമെൻറ്റ്സ് കുഴപ്പമില്ല, സ്റ്റിറോയിഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സപ്ലിമെൻറ്റ്സും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. സപ്ലിമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റിൽ കൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാത്രം മതിയാവും നിങ്ങളുടെ ഫിറ്റ്നസ്, നിങ്ങളുടെ ബോഡി നിലനിർത്തിക്കൊണ്ട് പോകാൻ. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ മോസ്റ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദുശീലങ്ങളിൽ നിന്നും അകന്നു നിൽക്കൽ. ദുശീലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനം, സ്മോക്കിംഗ്, തമ്പാക്കു, കുന്തം, കുടച്ചക്രം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അകന്ന് നിൽക്കുക. മാക്സിമം അകലം പാലിക്കുക എന്നുള്ളതല്ല, നമ്മൾ അവോയ്ഡ് ചെയ്യുക. ആ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കും എന്ന് നമ്മുടെ തലച്ചോറിനെ പഠിപ്പിക്കുക, മനസ്സിനെ പഠിപ്പിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ദുശീലങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക. അകന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിറ്റ്നസ്, ആ ഒരു ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയെ നമുക്ക് ഏത് പ്രായത്തിലും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ബലപ്പെടുത്തി ആരോഗ്യത്തോടുകൂടി, ഉന്മേഷത്തോടുകൂടി, ചുറുചുറുക്കോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ.